அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்கா. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഫ്രാൻസിൻ്റെ നാഷണൽ പാക്ക് ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ദിദിയർ ദശാംസിൻ്റെ മാനേജർ പ്ലസ് നമ്മളുടെ ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സിൻ്റെ ഒരു പാക്കായിട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് നെതർലാൻഡ്സിൻ്റെയും ജർമ്മനിയുടെയും നമ്മുടെ ഫ്രാൻസ് പോരാണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫ്രാൻസ് പാക്ക് ഉണ്ടല്ലോ, സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. സോ എന്തായാലും ഇതിൽ നമ്മളെ എല്ലാ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കിടിലൻ ഗെയിം പ്ലേ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ഫുട്ബോളിൽ തന്നെ ഗ്രേറ്റസ്റ്റ് മാനേജറാണ് നമ്മളുടെ ദശാംസ്. ആളുടെ മുമ്പ് 2022 വേൾഡ് കപ്പിന് നേരത്തെ വന്ന ആ പാക്കിലത്തെ ആ മാനേജറിനെ കുറേ കാലം നമ്മുടെ ഗെയിമിൽ രാജാവായിട്ട് വന്നതാണ്. പിന്നെ കെപ്പലോട്ട് അടുത്ത് വന്നപ്പോഴാണ് ആളൊന്ന് ഡൗൺ ആയത്. സോ എന്നാലും കിങ് ദശാംസ് തന്നെയാണ്. അഥവാ സിംഗിൾ ബൂസ്റ്റർ വെച്ചിട്ട് അത്രയും കിടിലൻ കളിയായിരുന്നു എല്ലാവരും കളിപ്പിച്ചായിരുന്നു. സോ വീണ്ടും നമുക്കൊരു അവസരം വന്നിരിക്കുകയാണ് നമ്മുടെ ദശാംസിൻ്റെ. ഇതാളുടെ ലാസ്റ്റത്തെ മാനേജർ പാക്ക് ആയിരിക്കും കേട്ടോ, അതും കൂടി നമ്മൾ പറയാം. കാരണം ഇക്കൊല്ലത്തെ വേൾഡ് കപ്പിന് ശേഷം ഫ്രാൻസ് ടീമിനെ നമ്മുടെ സിദ്ധാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ദശാംസ് നൈസായിട്ട് വഴി മാറും. ക്ലബ് ലെവലിലൊക്കെ ചിലപ്പോൾ വരിയിരിക്കും, അപ്പോൾ ചിലപ്പോൾ മാനേജറായിട്ട് അവൈലബിൾ ആവും. എന്നാലും നമ്മുടെ ഫ്രാൻസ് നാഷണൽ ടീമിൻ്റെ അവസാനത്തെ മാനേജർ പാക്കായിട്ടാണ് നമ്മുടെ ദശാംസ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണ ദശാംസ് ഡബിൾ ബൂസ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. മുമ്പ് സിംഗിൾ ബൂസ്റ്റർ ആയിരുന്നു അറിയാലോ. നമുക്ക് എന്തായാലും മാനേജർ ഡീറ്റെയിൽസ്ക്ക് വേണമെങ്കിൽ ആൾ വന്നിരിക്കുന്നത് പൊസിഷൻ ഗെയിം 89 പ്ലസ് ലോങ് ബോൾ കൗണ്ടർ 89 ആണ്. സോ ഒരു 90 കൊടുക്കായിരുന്നു, അതിനുള്ള മുതലൊക്കെ ഉണ്ട്. പക്ഷേ ലൈസൻസിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് കുറച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ഓൾറെഡി വരെ പാക്ക് വന്നപ്പോൾ ദശാംശം ഉണ്ടാവുന്നവർ പറഞ്ഞിരുന്നില്ല, പ്ലേയേഴ്സിനെ മാത്രമേ കാണിച്ചായിരുന്നുള്ളൂ. പിന്നെ അടിയിൽ ജസ്റ്റ് എഴുതിയിട്ടായിരുന്നു അവർ മാനേജേഴ്സിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ആ ദശാംശം ഉണ്ട്. അപ്പോൾ 90 കൊടുക്കായിരുന്നു ഒരു ഇത് വെച്ചിട്ട്, കാരണം ഇത്രയും ഇതല്ലേ. സോ ആള് കോച്ചിങ് എഫിഷ്യൻസി നോക്കുമ്പോൾ സ്റ്റാർ പ്ലേയേഴ്സ് ആണ്. സോ 5 സ്റ്റാർ പ്ലസ് പ്ലേയേഴ്സിനെ ഗെയിൻ ഡ്യൂറിങ് മാച്ചസ് ബൈ 200%. സോ ആളുടെ ബൂസ്റ്റർ നോക്കുകയാണെങ്കിൽ സ്പീഡ് +1 ഉണ്ട്, അതുപോലെ തന്നെ ബോൾ കൺട്രോൾ +1 കേട്ടോ. പിന്നെ ആളുടെ ലിങ്കപ്പ് നോക്കുകയാണെങ്കിൽ ഈ AMF എന്ന് സെൻറ്റർ ഫോർവേഡ് ഗോൾ പോച്ചർ. ഓക്കെ, AMF ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണോ, അതുപോലെ തന്നെ ഗോൾ പോച്ചർ CF ആയിട്ട് ഗോൾ പോച്ചറും വേണം. ഓക്കെ, സോ അതാണ് ആളുടെ ലിങ്കപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്കിൽ തന്നെ അങ്ങനെ ഒരു പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. ചെറുക്കിയുടെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറും ഉണ്ട്, അതുപോലെ തന്നെ ഡെമ്പലും നമ്മുടെ എംബാപ്പിയും ഗോൾ പോച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തായാലും ലിങ്കപ്പ് പ്ലേ കുറച്ചൊക്കെ കളിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കിടിലൻ പ്ലേയേഴ്സാണ്. എംബാപ്പ ഉണ്ട്, അതുപോലെ തന്നെ ഡെമ്പല്ല ഉണ്ട്, പിന്നെ നമ്മൾ ഒലീസ ഉണ്ട്, പിന്നെ ചൗമിനി, അതുപോലെ തന്നെ കാൻഡെ, ഹെർണാണ്ടസ് ഉണ്ട്, കൊനാറ്റ ഉണ്ട്, ഉപ്പുമേക്കാനുണ്ട്, ഗസ്റ്റോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മക്കിൻ ഗോളിയിൽ. സോ ഇത്രയും പ്ലേയേഴ്സാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, കിടില സ്ക്വാഡാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യം ഒന്ന് കളിപ്പിച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഞാൻ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കാര്യമൊക്കെ കാണിപ്പിക്കുക. സോ അധികം ഡിലേ ആക്കേണ്ട, കുറേ പേര് ഗെയിം പ്ലേ കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ജസ്റ്റ് നമുക്ക് ഗെയിം പ്ലേ ഓടിക്കാം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്തായാലും കളി കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്ലേസിൻ്റെ സ്റ്റാറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, സോ എന്തായാലും നമ്മൾ വെയിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് ഗെയിം പ്ലേക്ക് പോവാം. സെൽവസ്റ്റർ ആണോ എൻ്റെ ആൻഡ് ഇറ്റ്സ് ബാച്ചസ് ടൂട്ടാ. ഉപ്പുമേക്കാനെ എടുക്കട ഉപ്പുമേ. ഓക്കെ, ഉപ്പുമേക്കാനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നൈസ് ഇൻ്റർസെപ്ഷൻ ആയിരുന്നു. ഓഡലിന് വേണ്ട സിൽവസ്റ്റർ, റൈക്കാർഡ്. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട്. ഒലീസെ ടേൺ എടുക്കാം. നൈസ് വൺ ഒലീസെ. എടാ ഒലീസെ നൈസ് ഡ്രിബ്ലിങ്. ഒലീസെ ടേൺ, ഒന്നുകൂടെ ഓപ്പോസിറ്റ് ടേൺ എടുക്കാം. നൈസ് വൺ ഒലീസെ. ഓക്കെ, ഗുഡ് ഡ്രിബ്ലിങ്. ഓക്കെ, ഒന്ന് ഔട്ട് എടുക്കാം. നൈസ് വൺ. ഓക്കെ എടാ ഓക്കെ, ഒരു ഫൗള് കിട്ടീന് കേട്ടോ. ഓൻ ബാക്കിൽ നിന്ന് വെട്ടി കാർഡ് കൊടുത്തു. എർണാണ്ടസ് ടു ചെറുക്കി ടേൺ വരാം. ഓക്കെ നൈസ്. അയ്യേ ഇൻ്റർസെപ്ഷൻ ഇട്ടാ. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് ചെറുക്കി റയാൻ ചെറുക്കി അടുപ്പിച്ച് നോക്കാം. ചെറുക്കി ഓ ഡയറക്റ്റായി ഗോൾ കീപ്പറിന്, എന്നാലും കുഴപ്പമില്ല, നല്ല ഷോട്ടായിരുന്നു കേട്ടോ. സോ കോർണറാണ്, എന്തായാലും കേളി ഇതോടെ കൊള്ളിക്ക് ഹെഡിയടാ. ഓ ശേ, ഗസ്റ്റോ ഹെർണാണ്ടസ് ഉണ്ടോ? ഹെർണാണ്ടസിന് കൊടുക്കാം. ഹെർണാണ്ടസിനോടൊന്ന് അടുപ്പിച്ച് നോക്കിയാലോ. ഓക്കെ അടുപ്പിച്ച് നോക്കാം. ഹെർണാണ്ടസ് ഓ പവർ ഉണ്ടായിരുന്നില്ല അടിക്കുക, പക്ഷെ നൈസ് സേവ് ആയിരുന്നു കേട്ടോ. ഓക്കെ നൈസ് ടാക്കിൾ ഫ്രോം ഉപ്പുമേക്കാനോ ആൻഡ് ഇറ്റ്സ് ചൗമനി. ഡെമ്പലേക്ക് വെക്കാം. ഓക്കെ ഡെമ്പലെ അടുപ്പിച്ച് വെക്കാം. ഡെമ്പലെ ഓക്കെ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. സ്കോർ ചെയ്ത് നമ്മുടെ ഡെമ്പലെ കേട്ടോ. ഒരു കിടിലൻ ടേണും ആൻഡ് ഫിനിഷ്.
ടോപ്പ് ഗോൾ. ഡുവോ ഇല്ലല്ലോ ഫ്രാൻസിൻ്റെ ബാക്കിൽ. പക്ഷേ അതൊരു നഷ്ടമായിട്ടോ. എംബാപ്പെ ഓക്കെ, ടേൺ എടുക്കാം. നൈസ് വൺ എംബാപ്പെ. ഓക്കെ, ഒരു ഡബിൾ ടച്ച് കൊടുക്കാം. എംബാപ്പെ നൈസ് വൺ. എംബാപ്പെ ഡബിൾ ടച്ച്. ഒരു ഡബിൾ ടച്ച് കൂടി അടുപ്പിച്ച് നോക്കാം. എംബാപ്പെ അയ്യേ, ഒരു ഡബിൾ ടച്ചിൽ അടിച്ചാൽ മതിയായിരുന്നു. ചെറുക്കി എടുത്തിട്ട് ത്രൂ തള്ളാൻ നമുക്ക് എംബാപ്പെ ഉണ്ട്. എംബാപ്പെ ടേൺ എടുക്കാം. ഓക്കെ, ഡബിൾ ടച്ച് അടുപ്പിച്ച് നോക്കാം. എംബാപ്പെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ എംബാപ്പെ ഇത് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അല്ല, ഫസ്റ്റ് ഡെമ്പല്ലേ ആയിരുന്നു, ഇപ്പോൾ ഇത് എംബാപ്പെ. സോ ഫ്രാൻസ് ടീം കുക്കിംഗ്. ദശാംശ് ഓളിയ റൂയിസ് ആണ് ഓൻ്റെ. റൂയിസ് കിടലാനായിട്ട് പോയിട്ടോ. എടാ ബാക്ക് പിടിക്കടാ. ബാക്ക് എന്താണ് ഇങ്ങനെ പോണ്. ഓക്കെ, നമ്മളെടുത്തിട്ട് ഗസ്റ്റോ. അയ്യേ ഡുവേ ബെബറ്റോ. ഭാഗ്യം അയ്യേ ശേ, ബാറ് മടിച്ച് നേരെ ഒറ്റ കാലിക്കാണ് വന്ന്. സോ ഫസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ എംബാപ്പെ. ഓക്കെ, നമ്മളെടുത്തിട്ടുണ്ട് ഉപകാരം. നൈസ് ഇന്റർസെപ്ഷൻ. ആൻഡ് ഇറ്റ്സ് ചെറുക്കിച്ച് ചൗമിനി ടു എംബാപ്പെ ടു ചെറുക്കി ടു ഡെമ്പലെ. ത്രൂ തള്ള എംബാപ്പെ റാണി. എൻ്റെ പൊന്നളിയ കിടില കൗണ്ടർ. കേള് കൊടുക്കാം. കിടില കൗണ്ടർ, ഒരു രക്ഷയില്ല. ഇതാണ് നമുക്ക് വേണ്ടത് സാധനം. ചെറുക്കിച്ചു ലിങ്കപ്പിൾ നമ്മളുടെ ഇവരാണെങ്കിൽ ഞാൻ പക്ഷേ സാധാ പാസ് കൊടുത്തിട്ടോ. പ്രസ് ആൻഡ് ഇറ്റ്സ് ഡിബ്രോയിനെ ടോറസ്. ഓക്കെ, കാൻഡിഡേറ്റ് നൈസ് ഇന്റർസെപ്ഷൻ. ആൻഡ് ഇറ്റ്സ് എംബാപ്പെ. ചെറുക്കി പാസ് കൊടുക്കാം. നൈസ് ഡെമ്പലെ. കേളിതേ കിട്ടില്ലേ ഗൈസ്. കൗണ്ടർ അറ്റാക്ക് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ഫാസ്റ്റ് പ്ലേസർമാരുടെ ഹെഡി ഹെർണാണ്ടസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പാസ് കൊടുക്കാം. ആൻഡ് ഇറ്റ്സ് കൊനാറ്റെ. എടാ പന്നി കൊനാറ്റെ മിസ്സാക്കിയുടെ എംബാപ്പെ. ആൻഡ് ഇറ്റ്സ് ഗുള്ളർ. ഓളിയ ഉപ്പമക്കാരെ പിന്നാലെ എടുക്കാറോ. ടാക്കിൾ ഇട്ടാലോ. എടാ പെനാൽറ്റി അല്ലേ. എടാ കിട്ടില്ല ടാക്കിള്. ചൗമിനി ആൻഡ് ഇറ്റ്സ് എംബാപ്പെ ടു ചെറുക്കി എംബാപ്പെ. ത്രൂ തള്ളാം. ഓക്കെ, ഡെമ്പലെ ഒരു കേൾ കൊടുക്കാം. ലെഫ്റ്റ് കൊണ്ട് കേൾ. അയ്യേ, പോസ്റ്റ് അടിച്ചു പോയി. ഷിറ്റ്, കുഴപ്പമില്ല. യമാൽ, മെസ്സി, ഷെവ, ബാറ്റിസ്റ്റൂത്ത. ഓരോ കൊടുത്ത് നമ്മളെടുത്തിട്ടുണ്ട്. എംബാപ്പെ ടു ഡെമ്പലെ. ത്രൂ ബോൾ ടു എംബാപ്പെ. ചെറുക്കി ത്രൂ തള്ളാം. ആൻഡ് ഇറ്റ്സ് ഡെമ്പലെ. ഒലീസെ പോണ്ടെങ്കിൽ ഒലീസയ്ക്ക് വെക്കാം. ഒലീസെ ഗുഡ് ഗോൾ. കൗണ്ടർ അറ്റാക്ക് നല്ല രസമുണ്ട് കേട്ടോ. കിടിലൻ കൗണ്ടറാ. ഹെർണാണ്ടസ് ചെറുക്കിക്ക് റിട്ടേൺ വെക്കാം. ചെറുക്കി ടു എംബാപ്പെ. പാസ് ടു ഡെമ്പലെ. ചെറുക്കി പോണ്ട് ത്രൂ തള്ളാം. ഓക്കെ, ചെറുക്കി നൈസ് സ്പേസ് ആണ്. ഒന്ന് ടേൺ എടുക്കാം. നൈസ് വൺ. ഓക്കെ, ചെറുക്കി ഡബിൾ ടച്ചിട്ട് അടിക്കാം. ചെറുക്കി പാഷ്. എടാ ബ്ലോക്കിലിട്ട് അടിച്ചറാ. ക്യാൻ്റെ അയ്യോ, ക്യാൻ്റെക്ക് അയച്ചില്ലാത്ത പ്രശ്നമായി പോയിടാ. എന്ത് പ്രശ്നം ക്യാൻ്റെ. ഓക്കെ, ക്യാൻ്റെ ത്രൂ ബോൾ ടു ഒലീസെ. ഒരു ത്രൂ തള്ളാം നമുക്ക് ഉള്ളിക്ക്. ഔട്ട് സൈഡ് ബോൾ ഫോർ എംബാപ്പെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഒലീസറോട് ഔട്ട് സൈഡ് അയച്ചാൽ ട്രെവലെ പാസ് ആയിരുന്നു. ഗോൾ അടിച്ചിട്ടുണ്ട്. കിട്ടലൻ മേക്കാനോ. ആൻഡ് ഇറ്റ്സ് കാൻറ്റെ ടു ചെറുക്കി എംബാപ്പെ. ഡബിൾ ടച്ച്. എടാ ചൂപ്റ്റയുടെ ഒന്ന് ഡബിൾ ടച്ച് ഇട്ടതാ. ഓക്കെ, നൈസ്. ചെറുക്കി ത്രൂ തള്ളാം. ആൻഡ് ഇറ്റ്സ് എംബാപ്പെ. ടേൺ എംബാപ്പെ. ഓക്കെ, എംബാപ്പെ ഒന്ന് നമുക്ക് ടേൺ എടുക്കാം. നമുക്ക് അവിടെ നിന്ന് ഇവിടെ പോവില്ല. ഓക്കെ, എംബാപ്പെ സ്പേസ് ഉണ്ട്, പോവാം. എംബാപ്പെ അടുപ്പിച്ച് നോക്കാം. എംബാപ്പെ അയ്യേ, സെൻറ്ററിലേക്ക് പോയത് ബോൾ. റൗളാണ്. റൗൾ ആൻഡ് ഇറ്റ്സ് ഡിബ്രോയിനെ. ഷെവ എന്താണത് ബാക്ക് പടക്കോ. ഗോൾ അടിച്ചോ. ഫസ്റ്റ് ടൈമിന് അടിച്ചിട്ടുണ്ട്. എന്ത് പോക്ക് പോയി. ഓക്കെ, കൊണാറ്റെ ആൻഡ് ഇറ്റ്സ് എംബാപ്പെ. ചെറുക്കി ഡെമ്പലെ. എംബാപ്പെ ഓക്കെ, എംബാപ്പെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എംബാപ്പെ ഒരു ഡബിൾ ടച്ച് ഇടാം. കേൾ കൊടുക്കാം. എംബാപ്പെ. ഓക്കെ ഗൈസ്, ഓൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. മുതലാക്കി ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. എംബാപ്പെ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ഗോളായിരുന്നു. ഹെഡ് റൈറ്റ് കാർഡ് ടു ഒലീസെ. ഓക്കെ, ഒലീസ് കൊണ്ട് റൈറ്റ് കൊണ്ട് ത്രൂ വയ്ക്കാം. ഓക്കെ, ഒലീസെ ത്രൂ തള്ളാം. ഡെമ്പലെ പോണ്ട് അടിക്കാം. ഡെമ്പലെ. എടാ എംബാപ്പെ അടിച്ചേ. ചേട്ടാ എംബലക്ക് അത് ഓപ്പൺ ആയിരുന്നു. എംബലക്ക് ഫിനിഷ് ചെയ്താൽ മതി. എന്തായാലും കറക്റ്റ് ടൈമിൽ അവിടെ എംബാപ്പെ ഉണ്ടായി. ഇറ്റ്സ് ചൗമനി. ടേൺ വരാം. നൈസ് വൺ. ഡെമ്പലെ ആൻഡ് ഇറ്റ്സ് എംബാപ്പെ. ത്രൂ ബോൾ ടു ചെറുക്കി. ഓക്കെ, ചെറുക്കി ഓപ്പൺ ആണ്. കേൾ കൊടുക്കാം. ചെറുക്കി അയ്യേ, അത് കുറച്ച് ഹെവി ആയി പോയി. ഡിബ്രോയിൻ ഇടുക്ക്. എൻ്റെ പൊന്നേ. ഓക്കെ, ഉപ്പമേക്കാൻ ഇന്റർസെപ്ഷൻ. നൈസ് വൺ. ആൻഡ് ഇറ്റ്സ് റൈറ്റ് കാർഡ്. ഡെമ്പലെ. ചെറുക്കി. എംബാപ്പെ. കിട്ടില്ല. അടുപ്പിച്ച് നോക്കാം. എൻ്റെ പൊന്നേടാ, എക്സലേഷൻ സീൻ കേട്ടോ ഡെമ്പലയുടെ. കിഡ് ഗോള്. ഫിനിഷിങ് അടിപൊളി. ബ്രോയിനെ. ഓക്കെ, ഉപ്പുമേര അടിച്ചു. ഉപ്പുമേര ഒരു ഇന്റർസെപ്ഷൻ കേട്ടോ. റൈറ്റ് കാർഡ് അടിച്ചു. ചൗമനി ടു ഗസ്റ്റോ ടു റൈറ്റ് കാർഡ്. ഫാസ്റ്റ് എംബാപ്പെ. എൻ്റെ അളിയ ഡെമ്പലെ. അടുപ്പിച്ച് നോക്കാം. ഡെമ്പലെ ഒന്നുകൂടി സീനാ തോന്നിട്ട് എംബാപ്പനെ ടീം. കിട്ടില്ല റൺസും ഫിനിഷും. ഓക്കെ, ചൗമനി എടുത്തിട്ടുണ്ട്.
ചെറുക്കി പാസ് ടു എംബാപ്പെ 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 ഉള്ളിലേക്ക് വരാം. നൈസ് വൺ എംബാപ്പെ 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 ഓക്കെ അടുപ്പിച്ച് നോക്കാം. എംബാപ്പെ ഗോളിയും കേട്ടോ കയറി വരുന്നുണ്ട്. എന്തായാലും ഗോൾ അടിച്ചിട്ട് ഇറ്റ്സ് എ കിഡിലൻ ഫിനിഷ് ഫ്രം എംബാപ്പെ. എടുത്തു എടാ റൈറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. നൈസ് വൺ ഗസ്റ്റോ ഒലീസയ്ക്ക് വെക്കാം. ഒലീസെ ഓക്കെ ടേൺ വരാം. ഓ നൈസ് ഡ്രിബ്ലിങ് ഒലീസെ ഓക്കെ ഉള്ളിക്ക് കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ നൈസ് വൺ ഒലീസെ 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 ഒരു കീഴ് കൊടുക്കാം. ഒലീസെ ഒയ്യോ എടാ ഞാൻ ബ്ലിക്സ് ഒലീസേനെ അടിക്കുന്ന പോലെ അടിച്ച് ജസ്റ്റ് മിസ്സിന് പോയി. റൈക്ക് അടിച്ചു. ഒലീസെ 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 എടാ ഒലീസ് എടുത്ത് ഓക്കെ ഒലീസ് എടുത്തിട്ടുണ്ട്. ഒലീസെ ഒരു കേൾ കൊടുക്കാം. ഡബിൾ ടച്ച് ആൻഡ് കേൾ അയ്യേ ഓക്കെ റൈറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഒലീസെ പാസ് കൊടുക്കുക ഡെമ്പലയ്ക്ക്. ഡെമ്പലെ അടിപ്പിച്ച് നോക്കാം. ഡെമ്പലെ നൈസ് വൺ. ഡെമ്പലെ കുറേ ഗോൾ അടിച്ച് വിട്ടിട്ടുണ്ട്. ആ രണ്ടുപേരും ഒരുമിച്ച് എംബാപ്പയും ഡെമ്പലെ ഇങ്ങനെ വേൾഡ് കപ്പിൽ അടിച്ച പണി പാടും. പെലെ കാർലോസ് പെലെ പെലെ ഓക്കെ റൈറ്റ് ഈ ചൗമിൻ്റെ ഇന്റർസെപ്ഷൻ ആൻഡ് ഇറ്റ്സ് ഒലീസെ ഒലീസെ ത്രൂ തള്ളാം. ഡെമ്പലെ പോണ്ട്. ഡെമ്പലെ അടുപ്പിക്കാം. ഡെമ്പലെ ഒലീസയുടെ കിണ്ണം കാച്ച് ബോള് എണ്ണം പറഞ്ഞ ബോള് ഒലീസയുടെ കിട്ടിലെ പിരിച്ചു. ഏതാ സാധനം? മെസ്സി ബാറ്റിസ്റ്റൂത്ത ഫോർലാൻഡ് ബാറ്റിസ്റ്റൂത്ത എൻ്റെ പൊന്നെ മൊയ്ക്കൻ്റെ കൈ ഒടിഞ്ഞു പോകുന്നുണ്ട്. എന്തായിട്ട് അടിച്ച് ബാറ്റി ഫോർലാൻഡ് ഓക്കെ നമ്മളെടുത്തിൻ്റെ റൈറ്റ് കാർഡ് പാസ് ടു ചൗമനി ടേൺ വരാം. ഓക്കെ ചെറുക്കി നൈസ് വൺ ടേൺ നൈസ് ടേൺ ചെറുക്കി അടുപ്പിച്ച് നോക്കാം. ചെറുക്കി ഡയറക്റ്റ് ആയിടാ. ചൗമനി പാസ് ടു റൈറ്റ് കാർഡ് എംബാപ്പെ ടേൺ വരാം. എംബാപ്പെ നൈസ് ടേൺ എംബാപ്പെ അടുപ്പിച്ച് നോക്കാം. അയ്യേ എംബാപ്പെ എടുക്കുക. എംബാപ്പെ അതെന്തായാലും എംബാപ്പെ കിട്ടേണ്ട ഗോളാവും. ബാക്കിൽ നിന്ന് കാലിട്ട് വീഴ്ത്താൻ നോക്കി. നല്ല ഇൻ്റർസെപ്ഷൻ ആയിരുന്നു. ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. എംബാപ്പെ ഓൺ ഫയർ. എവിടെ എടുക്ക്. ഓക്കെ ഹെർണാണ്ടസ് ത്രൂ തള്ളാൻ നമുക്ക് അവിടെ. ഡെമ്പലെ പോകുന്നുണ്ട്. ഡെമ്പലെ ടേൺ വരാൻ. ഡെമ്പലെ കീഴ് കൊടുക്കാൻ. ഡെമ്പലെ എൻ്റെ പൊന്ന് ഡെമ്പലയുടെ റൺസ് പക്ഷേ ആ ഹെർണാണ്ടസിൻ്റെ ബോൾ സീനായിരുന്നു. കിടിലൻ ബോളായിരുന്നു. എന്തായാലും വീണ്ടും ഗോൾ അടിച്ച് കൂട്ടുണ്ട് പിള്ളേർ. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ഗെയിം പ്ലേ കണ്ടു വിചാരിക്കുന്നുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ ഫ്രാൻസ് ടീം വെച്ചിട്ട് കളിപ്പിച്ചു കേട്ടോ. നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് അത്യാവശ്യം. സോ ഡിഫൻസൊക്കെ അത്യാവശ്യം പക്ക തന്നെയാണ്. നമ്മുടെ മുമ്പത്തെ ദശാംശനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡിഫൻസ് കിട്ടണ പോലുണ്ട്. കാരണം നമ്മൾ കളിച്ചത് ഈ ഫ്രാൻസ് ടീം വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് നല്ല നല്ല പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടിയും അടിപൊളിയായിട്ട് തന്നെ അവരുടെ ആട്രിബ്യൂട്ട്സ് കൂടി നല്ല പെർഫോമൻസ് കിട്ടുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഡെമ്പലെ എംബാപ്പെ സഖ്യം കിടിലാണ്. ഗോൾ സ്കോർ രക്ഷയില്ല. അതുപോലെ തന്നെ ചെറുക്കിയുടെ പ്ലേ മേക്കിംഗ് ടോപ്പായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ക്യാൻഡൊക്കെ ഇടയ്ക്ക് വെച്ച് റെഡ് കാർഡ് കിട്ടി ആളെ പിന്നെ കളിപ്പിക്കാൻ പറഞ്ഞു. ഒരു 3-4 കളി ആളെ കളിപ്പിക്കാൻ പറഞ്ഞു. റൈറ്റ് കാർഡാണ് അവിടെ കളിച്ചു വിട്ടേ. പിന്നെ അവിടെ ചൗമനി അത്യാവശ്യം നന്നായിട്ട് ഇന്റർസെപ്ഷൻ ചെയ്യുന്നുണ്ട്. ഒലീസ വിങ്ങിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ എന്നാലും അധികം വിങ്ങിൽ കൂടെ പോയില്ല. മാക്സിമം കൗണ്ടർ അടിച്ച് ഗോൾ അടിക്കാൻ നോക്കി. അതിലൊക്കെ ഒലീസയുടെ കിടിലൻ ത്രൂ ബോൾസും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ കേളടിക്കാൻ നോക്കി. ബ്ലിറ്റ്സ് ഒലീസ് വെച്ചിട്ട് കേളടിക്കാൻ നോക്കിയത്. പക്ഷെ പണി കേളൊന്നും ശരിക്കും കയറിയിരുന്നില്ല. വെച്ചാൽ കേളിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് പോയിട്ടൊക്കെ അടിച്ചത്. അതുകൊണ്ടാണ് പ്രശ്നമായത്. എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. സെൻറ്റർ ബാക്ക് കോമ്പോ ആണെങ്കിൽ കൊനാറ്റെ ഉപ്പുമേക്കാനാണ് പിന്നെ ഒരു പെർഫോമൻസ്. കൊനാറ്റയ്ക്ക് അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഹെർണാണ്ടസ് ഒക്കെ പിന്നെ ഒരു ആവറേജ് ഗസ്റ്റ് ഒരു ആവറേജ് ഒക്കെ പോലെ തോന്നിയത് കേട്ടോ. സോ എന്തായാലും പോട്ടെ. ഇനി നമുക്ക് എന്തായാലും ഓരോ പ്ലേസിൻ്റെ സ്റ്റാറ്റ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് എംബാപ്പെ എടുക്കാം. ഓക്കെ സോ എംബാപ്പെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആൾക്ക് വന്നിരിക്കുന്ന സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് പറഞ്ഞ ബൂസ്റ്ററാണ് കേട്ടോ. അപ്പോൾ സാധാ ഓട്ടോ കൊടുത്തിരിക്കുകയാണ്. സോ ആൾക്ക് ഇതിൽ കിട്ടുന്ന സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒഫൻസീവ്നെസ് 95 ഉണ്ട്, ബോൾ കൺട്രോൾ 89, ഡ്രിബിളിങ് 91, ടൈറ്റ് പോസ്റ്റ് 85. അപ്പോൾ ഡ്രിബിളിങ് സെക്ഷൻ ടോപ്പാണ്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഫിനിഷിങ് 95 ഉണ്ട്, കേള് 83, പ്ലേസ് കിക്കിങ് 83 ഉണ്ട്. സോ രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെൻറ്റർ ഫോർവേഡിന് വേണ്ടി ഉണ്ട്. പിന്നെ സ്പീഡ് 94, ആക്സലേഷൻ 98, കിക്കിംഗ് പവർ 85, ബാലൻസ് 89, സ്റ്റാമിന 83. അപ്പോൾ അത്യാവശ്യം തലക്കേടില്ലാത്ത ഒരു സ്റ്റാറ്റ്സിന് നമുക്ക് എംബാപ്പയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡെമ്പലയുടെ നോക്കുകയാണെങ്കിൽ ഡെമ്പലയ്ക്ക് നല്ല സ്റ്റാറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. സോ അവർക്ക് ഡ്രിബിളിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒഫൻസീവ് അവയർനെസ് 93 ഉണ്ട്, ബോൾ കൺട്രോൾ 89, ഡ്രിബിളിംഗ് 91, ടൈറ്റ് പൊസിഷൻ 89. അപ്പോൾ ഡ്രിബിളിംഗ് സെക്ഷൻ പക്കയാണ്. വെച്ചാൽ ഇവർ രണ്ടുപേരും വിങ്ങേഴ്സ് ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് സെൻറ്റർ ഫോർവേഡ് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് ആണ്. ഓക്കെ ഗോൾ പോച്ചറിനാണ് ആൾ വരുന്നത്. സോ സ്ട്രൈക്ക് അസിസ്റ്റാണ് ബൂസ്റ്ററായിട്ട് വരുന്നത് കേട്ടോ. അതിൽ ഫിനിഷിംഗ് 92 ഉള്ളൂ. എംബാപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഗെയിമിൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ആൾക്ക് സ്പീഡ് ആക്സലേഷനൊക്കെ 91, 100 ആക്സൽ. ഞാൻ പറഞ്ഞില്ലേ കളിയുടെ ഇടയ്ക്ക് തന്നെ പറഞ്ഞത് ആക്സലേഷൻ സീനാണ്. അതാ ഞാൻ പറഞ്ഞു. ടോപ്പാണ് ആക്സലേറ്റ് ചെയ്ത് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ ബാലൻസ് 91, സ്റ്റാമിന 82. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ മൂപ്പരും. ഇനി നമുക്ക് ഇതിലത്തെ അടുത്ത മെയിൻ പ്ലെയർ പറയുന്നത് നമ്മുടെ ഒലീസയാണ്. സോ ഒലീസയുടെ സ്റ്റാറ്റ്സ് ഡ്രിബിളിംഗ് സ്റ്റാറ്റ്സ് ആളുടെ പക്കയാണ്. 94, 97, 92 ഡ്രിബിളിംഗ് സെക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഫിനിഷിംഗ് 83 ഉള്ള, കേട് 88 ഉണ്ട്. അത്യാവശ്യം നല്ല കേളിയാണ് പ്ലെയറാണ്. റിയൽ ലൈഫിലൊക്കെ നന്നായിട്ട് അടിച്ചു വെച്ചതാണ്. സ്പീഡ് 90 ഉണ്ട്, ആക്സലേഷൻ 95 ഉണ്ട്, ബാലൻസ് 91,
92, സ്റ്റാമിന 82. അപ്പോൾ ആളുടെ സ്റ്റാറ്റ്സും അടിപൊളി തന്നെയാണ്. എന്തായാലും നോക്കി നോക്കുക, എല്ലാ പ്ലേസിനും വെച്ച് നിങ്ങൾ കൺവീൻസ് ആവണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ അടുത്ത മെയിൻ പ്ലെയർ നമ്മുടെ ചെറുക്കിയാണ്. ചെറുക്കി നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയും ഫ്രാൻസിന്റെ കിട്ടലിന് ഒരു AMF ആണ്. സോ ക്രിയേറ്റീവ് പ്ലേയിങ് പ്ലേ സ്റ്റൈലാണ് ആൾ വന്നിരിക്കുന്നത്. ആൾക്ക് ഈ പറഞ്ഞ ഡ്രിബിളിംഗ് സീനാണ് കേട്ടോ. ബോൾ കൺട്രോൾ 97 ഉണ്ട്, ഡ്രിബിളിംഗ് 98, ടൈറ്റ് പൊസിഷൻ 97, അതുപോലെ തന്നെ പാസിംഗ് 90 ഉണ്ട്, ലോ പാസ് 90 ഉണ്ട് കേട്ടോ. സോ ഫിനിഷിംഗ് 82 വരുന്നുള്ളൂ, കേൾ 82, സ്പീഡ് 87, ആക്സലേഷൻ 92, കിക്കിംഗ് പവർ 87, ബാലൻസ് 92, സ്റ്റാമിന 82. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നുണ്ട്. സ്ട്രൈക്കേഷൻസിന്റെ തന്നെ ആൾക്കും ബൂസ്റ്ററായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലും ഇവിടെ അടുത്തൊരു മെയിൻ പ്ലെയർ ആണ് നമ്മുടെ ചൗമനി. സോ ചൗമനി അത്യാവശ്യം കുഴപ്പമില്ല ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഉള്ള ഒരു DMF ആണ്. ആങ്കർമാൻ കാർഡാണ് വരുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ആങ്കർമാൻ കാർഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സിനൊക്കെ മെയിൻ ആയിട്ട് ആവശ്യം വരുന്ന ഒരു പാക്ക് ആയിരിക്കും ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. പാസിംഗ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. സ്റ്റാമിന 91 ഫുൾ ടൈം വേണ്ട അടിപൊളിയായിട്ട് കളിക്കുക. സ്കിൽസ് അത്യാവശ്യം തലക്കേടില്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മുടെ കാൻഡെ. സോ കാൻഡയ്ക്കും അതേ ഡിഫൻസീവ്ലി സ്റ്റാറ്റ്സ് ആളുടെ ടോപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാ 95ന്റെ മുകളിലാണ് വരുന്നത്. ഡ്യൂലിംഗ് ആണ് ആൾക്ക് ബൂസ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. ബോക്സ് കാർഡാണ്. ഓക്കെ, ആളുടെ ഒരു ആങ്കർമാൻ കാർഡൊക്കെ വന്നെങ്കിൽ വിഷയം കിട്ടോ. സത്യം പറഞ്ഞാൽ കിട്ടില്ല ഡിഫൻസീവ് സ്റ്റാറ്റ്സാ. കളിയിലും കുറെ അധികം ഇന്റർസെപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ റെഡ് കാർഡ് കിട്ടിയോണ്ട് പിന്നെ ബാക്കിയുള്ള കളിപ്പിക്കാൻ മറന്നു. പാസിംഗും കുഴപ്പമില്ല. എന്തായാലും ടോപ്പ് കാർഡ് തന്നെയാണ്. സ്റ്റാമിന ഒക്കെ മെയിൻ ആണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെർണാണ്ടസ് ഒക്കെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത്. മെയിൻ ആയിട്ട് പേസ് കൊണ്ടൊക്കെ പിടിച്ചേക്കുന്ന ഒരു പ്ലെയർ ആണ് ഹെർണാണ്ടസ്. ഡിഫൻസീവിലെ ആട്രിബ്യൂട്ട്സ് കുറവാണെങ്കിലും പേസ് ഉള്ളതുകൊണ്ട് തന്നെ ആള് ബാക്കിൽ ഒന്ന് കവർ ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റ്സ് ആൾക്ക് വരുന്നുണ്ട്. സോ സ്റ്റാറ്റ്സ് ഇതാണ്. പിന്നെ നമ്മുടെ ഉപ്പുമേക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെന്റർ ബാക്കിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഉപ്പുമേക്കാനാണ്. സോ സ്റ്റാറ്റ്സ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവിൽ നമ്മുടെ കാൻഡേനായിട്ട് സ്റ്റാറ്റ്സ് കുറവാണ് ഇവർക്കൊക്കെ. ഓക്കെ, സോ കാൻഡെ അനദർ ബീസ്റ്റ് ആണ് ഗൈസ്. ഓക്കെ, സ്റ്റാറ്റ്സ് ഇതാണ്. ആള് വരികയും ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലാണ് കേട്ടോ. പിന്നെ കൊനാറ്റെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏവറേജ് ആയിട്ട് തന്നെ തോന്നിയത്. അധികം പെർഫോമൻസ് വന്നില്ല. ഇതാണ് സ്റ്റാറ്റ്സ് വരുന്നത്. കുറവാണ്. ആളിപ്പോ റയൽ സൈൻ ചെയ്തിട്ടുണ്ട്. എന്ത് തേങ്ങിക്കാൻ നിൽക്കി മനസ്സിലാവില്ല. ഞങ്ങളുടെ അവസ്ഥ കുഴപ്പമില്ല. ആള് വരുന്നത് ബിൽഡപ്പ് കാർഡാട്ടോ കൊനാറ്റെ ഏരിയയിലൊക്കെ. പക്ഷെ ആള് ഗെയിമിൽ അത്യാവശ്യം നന്നായിട്ടോ. ആളുടെ മുന്നേ വന്ന ഷോർട്ട് ടൈം കാർഡൊക്കെ അത്യാവശ്യം നല്ലതെന്ന് കിട്ടുന്നുണ്ട്. ഞാൻ റിയൽ ലൈഫിൽ ആൾ പോരാ. പിന്നെ നമ്മുടെ ഗസ്റ്റോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഏവറേജ് പെർഫോമൻസ്, ബിലോ ഏവറേജ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. അത്രയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കാനുള്ളതില്ല. പിന്നെ മൈക്കൻ ഗോൾ കീപ്പറിന് അങ്ങനെ വലിയൊരു സേവോടൊന്നും ഞാൻ കണ്ടില്ല. ഡയറക്റ്റ് അടിക്കുന്ന ഗോളൊക്കെ സേവ് ഉണ്ടെങ്കിലും മറ്റേ ടൈപ്പ് അടിയൊന്നും വലിയ. പിന്നെ അധികം ഗോളൊന്നും കൺസീഡ് ചെയ്തില്ല. ഡിഫൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ സ്റ്റാറ്റ്സ് ഒക്കെ വരുന്നത്. സോ എല്ലാവരും സ്റ്റാറ്റ്സ് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ പാക്ക് എടുത്തിട്ടുണ്ടോ ഇല്ലേ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും കുറച്ചുകൂടി കോയിനായിട്ട് നമ്മുടെ ദശാംശിന്റെ എന്തായാലും ഒരു മാനേജർ പാക്ക് വേണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ മാനേജർ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ എടുക്കണം. കാരണം ചെങ്ങായി വേൾഡ് കപ്പ് ആയതോട് വിരമിക്കും. ഞാൻ ക്ലബിലൊക്കെ കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. സോ എന്തായാലും എനിക്ക് കളിപ്പിച്ചിട്ട് കുറച്ച് കൺവീൻസ് ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. ഗെയിം പ്ലേ ഒക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഫുൾ ഡിവിഷൻ മാച്ച് തന്നെയാണ് കളിച്ചത്. നല്ല പെർഫോമൻസ് തന്നെയാണ്. ആകെ 3-4 ഗോളായിട്ട് കൺസീഡ് ചെയ്തുള്ളൂ 7 കളി കളിച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ കളിപ്പിച്ചില്ല, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.